നിങ്ങൾ ഇതേ രീതിയിൽ നെല്ലിക്ക തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ കാലം കേടുകൂടാതെയും സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് ചില സ്ഥലങ്ങളിൽ സീസണിൽ മാത്രമേ കിട്ടൂ, അതായത് തണുപ്പ് കാലത്ത് മാത്രം കാണുന്ന ഒരു ഐറ്റമാണ് ഈ നെല്ലിക്ക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നെല്ലിക്ക എങ്ങോട്ട് പോകുന്നു പോലും അറിയില്ല. നമുക്കൊരു മരുന്നിന് പോലും ഒരു നെല്ലിക്ക എടുക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് നെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ രീതിയിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വർഷം മുഴുവനും കഴിക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ അതിനായിട്ട് 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നനവെല്ലാം മാറ്റി എടുത്തു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ഇനി ഇതൊന്ന് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മുതൽ 7 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ അതിനായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ നെല്ലിക്ക പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും നെല്ലിക്ക വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇതിൻ്റെ സീഡ് നമുക്കിത് ഇളക്കി മാറ്റണം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടങ്ങ് തണുത്തിട്ടില്ല, ചെറിയ ചൂടുണ്ട്. നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പൊട്ടാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ സീഡ് ഇളക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സീഡ് എല്ലാ നെല്ലിക്കയിൽ നിന്ന് സീഡ് ഇളക്കി മാറ്റണം. ഇങ്ങനെ ഞാൻ ഇളക്കി മാറ്റി എടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെയൊന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ്. സ്കിൻ ഗ്ലോയിങ്ങിനും മുടി വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഈ നെല്ലിക്ക. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ എടുത്ത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് കടായി അല്ലെങ്കിൽ നമ്മുടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കരിഞ്ജീരകം, നല്ല ജീരകം, കടുക്, ഉലുവ, നമ്മുടെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂണാണ്. ബാക്കിയെല്ലാം 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കായപ്പൊടി എന്തായാലും നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇതാണ് അച്ചാറിന്. അപ്പോൾ മറക്കാതെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ച നെല്ലിക്ക ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒരു ഏലക്ക, ഒരു 3-4 ഏലക്ക സീഡ് മാത്രം എടുത്തിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നെല്ലിക്ക ഈ അച്ചാർ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡറോ പെപ്പർ ക്രഷ് ചെയ്തതോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെ ചേർത്ത് കൊടുത്ത് വളരെ നല്ലതാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് 1/2 കിലോ നെല്ലിക്ക എടുത്തതുകൊണ്ട് ഒരു 200 ഗ്രാമോ 250 ഗ്രാമോ ശർക്കര പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയുടെ അളവ് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്രയും ഈ അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നെല്ലിക്കയുടെ പുളിയും മധുരവും മുളകിൻ്റെ ആ ഒരു ചെറിയൊരു എരിവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. കുറച്ചും കൂടെ നെല്ലിക്കയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് മധുരം കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ശർക്കര പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതങ്ങ് അടച്ചു വെച്ചാൽ മതി. ശർക്കര നന്നായി മെൽറ്റായിട്ട് ആ നെല്ലിക്കയുടെ വെള്ളം കൂടി ഇറങ്ങി നല്ല ലൂസായിട്ടാണ് വരുന്നത്. എന്നിട്ട് അത് വറ്റിച്ച് നമുക്ക് എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അതൊന്ന് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഗ്ലാസ് ജാറുകളിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി നനവൊന്നുമില്ലാതെ വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് വേണം
ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാനും അങ്ങനെ തന്നെ വേണം വെക്കാനായിട്ട്. നനവില്ലാത്ത സ്പൂണൊക്കെ കൊണ്ടുവേണം ഇത് എടുക്കുമ്പോഴും. ഒട്ടും നനവുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കേടായി പോവും. അതുകൊണ്ടാണ് ഇത് 1 വർഷം വരെയൊക്കെ നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ്. എല്ലാവരും ഇത് കഴിക്കുക. വെറുതെ നമുക്ക് കഴിക്കാം, ഡെയിലി കഴിക്കാം. നമുക്ക് നെല്ലിക്ക ജ്യൂസൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡെയിലി കഴിക്കുന്നത്. ഇങ്ങനെ ഈ നെല്ലിക്ക തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാം. അതുപോലെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും അല്ലാതെ വീട്ടിലുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അച്ചാറാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.